ഞാനിപ്പോൾ നിൽക്കുന്നത് പനച്ചിക്കാട് ദേവി ക്ഷേത്രത്തിലാണ്. മൂകാംബിക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എഴുത്തുവരുത്തുന്ന ഒരു കേരളത്തിലെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് ഈ പനച്ചിക്കാട് ക്ഷേത്രം. ഇപ്പോൾ ഇവിടെ നവരാത്രി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. കോട്ടയം ചങ്ങനാശ്ശേരി AC റോഡിൽ ചിങ്ങവനത്ത് നിന്നും 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തെക്കിൻ്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നട. ഈ ക്ഷേത്രത്തിന് പ്രധാനമായും 2 നടകളാണുള്ളത്. ഒന്ന് പടിഞ്ഞാറ നടയും ഒന്ന് കിഴക്കേ നടയും. നമ്മളിപ്പോൾ കയറുന്നത് പടിഞ്ഞാറ നടയിൽ കൂടെയാണ്. പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റേതാണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാ സരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത്. ഉപദേവതകളായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് സരസ്വതി. ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ വിദ്യാദേവിയായി കാണുന്നത് മഹാസരസ്വതിയെയാണ്. സ്രഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നൽകുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണെന്ന് ഹൈന്ദവ വിശ്വാസം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പ്രസിദ്ധമായ ഐതിഹ്യമാലയിൽ പനച്ചിക്കാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. അത് ഇങ്ങനെയാണ്. ഏകദേശം 3000 വർഷം പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഇവിടെ 3 ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കിഴുപ്പുറം, കരുനാട്, കൈമുക്ക് എന്നീ കുടുംബങ്ങൾക്കായിരുന്നു ക്ഷേത്രത്തിൽ ഊരായ്മ സ്ഥാനം. ഇതിൽ കിഴുപ്പുറത്തില്ലത്തെ ഒരു നമ്പൂതിരിക്ക് പ്രായമേറെ ചെന്നിട്ടും പുരുഷ സന്താനങ്ങൾ ഉണ്ടായില്ല. ഇതിൽ വിഷമിച്ച അദ്ദേഹം ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അദ്ദേഹം പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ദർശനം നടത്തി. കുറച്ചു ദിവസം പരാശക്തിയെ ഭജിച്ച് അവിടെ തന്നെ ചെലവഴിച്ചു. അവസാന ദിവസം രാത്രി അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. അതിൽ ദേവി ഇങ്ങനെ പറയുകയുണ്ടായി: അല്ലയോ ഭക്ത, നിനക്ക് ഈ ജന്മത്തിൽ സന്താന സൗഭാഗ്യം വിധിച്ചിട്ടില്ല. അതിനാൽ ഇനി ഗംഗാ സ്നാനമൊന്നും നടത്തിയിട്ട് കാര്യമില്ല. എന്നാൽ കുടുംബം നിലനിൽക്കാൻ ഒരു വഴിയുണ്ട്. നീ നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങണം. നിന്റെ നാട്ടിലെ കരുനാട്ടില്ലത്തെ അന്തർജനം ഗർഭിണിയാണ്. അവർക്ക് അധികം കഴിയാതെ 2 ഉണ്ണികളുണ്ടാകും. അവരിൽ ഒന്നിനെ നീ ദത്തെടുത്ത് വളർത്തണം. ഈ സ്വപ്നത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച നമ്പൂതിരി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ലോകമാതാവായ മൂകാംബികയെ വന്ദിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കിഴുപ്പുറം നമ്പൂതിരി സംഭവങ്ങൾ മുഴുവൻ കരുനാട്ട് നമ്പൂതിരിയെ അറിയിച്ചു. ഈ കഥ കേട്ട കരുനാട്ട് നമ്പൂതിരി 2 ഉണ്ണികൾ ഉണ്ടായാൽ ഒന്നിനെ ദാനം ചെയ്യാമെന്ന് കിഴുപ്പുറം നമ്പൂതിരിയോട് പറഞ്ഞു. സന്തോഷവാനായ കിഴുപ്പുറം നമ്പൂതിരി ഉടനെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുള്ള കുളത്തിലെത്തി തന്റെ ഓലക്കുട കരയിൽ വെച്ച ശേഷം കുളിച്ചു. കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങിയില്ല. അപ്പോൾ അവിടെ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം നമ്പൂതിരിയോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സാക്ഷാൽ ആദിപരാശക്തിയായ മൂകാംബിക ദേവി അങ്ങയുടെ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭഗവതിയെ ഈ കുടയിൽ നിന്നും ആവാഹിച്ച് തൊട്ടടുത്തുള്ള കാട്ടിൽ കാണപ്പെടുന്നതും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൂജിച്ചിരുന്നതുമായ ദേവിയുടെ ഒരു ശിലാവിഗ്രഹത്തിൽ കുടിയിരുത്തണം. എന്നാൽ ഇന്നത് പൂജിക്കാൻ ശക്തിയുള്ളവരാരുമില്ല. അതിനാൽ അതിനു നേരെ പടിഞ്ഞാറ് അഭിമുഖമായി മറ്റൊരു അർച്ചനാബിംബം കൂടി പ്രതിഷ്ഠിച്ച് അതിൽ പൂജയും നിവേദ്യവും നടത്തി വേണം മൂലപ്രതിഷ്ഠയായി വന്ദിക്കാൻ. മൂലവിഗ്രഹത്തിന്റെ കാവലാളായി ഒരു യക്ഷിയുണ്ട്. ആ യക്ഷിക്ക് വറപൊടിയും ശർക്കരയും ഇളനീരും കൂട്ടിക്കുഴച്ച് നേദിച്ച് വേണം വിഗ്രഹം എടുക്കാൻ. നമ്പൂതിരി പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു. അങ്ങനെയാണ് പനച്ചിക്കാട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത്. കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം മഹാസരസ്വതി ക്ഷേത്രമായി മാറുകയും ചെയ്തു. കുടജാത്രിയെ അനുസ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പനച്ചിക്കാട് ക്ഷേത്രം കിഴക്കോട്ടാണ് ദർശനമെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്ര കവാടമുള്ളത്.
ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. എന്നാൽ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ആനക്കൊട്ടിലും 4 ഭാഗത്തും ശീവേലിപ്പുരകളുമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് ഒരൽപ്പം താഴെയായാണ് സരസ്വതി ക്ഷേത്രവും യക്ഷിക്കാവും സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് അല്പം കിഴക്കുമാറി കൊടുഴാറ് ഒഴുകുന്നു. ക്ഷേത്രത്തിന്റെ 4 വശവും മലകളും കാടുകളുമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലും 4 അമ്പലവും മറ്റുമെല്ലാം പൂർണ്ണമായി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ സരസ്വതി ക്ഷേത്രത്തിൽ ഇവയൊന്നുമില്ല. ദീർഘചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചു കുളവും അതിനടുത്ത് ഒരു വള്ളിപ്പടർപ്പും കാണാം. വള്ളിപ്പടർപ്പിനകത്ത് ഒരു പ്രത്യേക ദ്വാരത്തിലാണ് കിഴക്കോട്ട് ദർശനമായ ദേവിയുടെ മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിന് അഭിമുഖമായി കാണപ്പെടുന്ന അർച്ചനാ വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യവും നടത്തിപ്പോരുന്നത്. ഭക്തർക്ക് മുകളിൽ നിന്ന് തൊഴുവാൻ മാത്രമേ സൗകര്യമുള്ളൂ. ദേവിയുടെ നടയ്ക്ക് നേരെ മുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇലഞ്ഞിയും ഏഴിലം പാലയും തീർത്ത തണലിലാണ് യക്ഷിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലെ വള്ളിപ്പടർപ്പിലെ വള്ളികളിലൊന്ന് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ദിവ്യമായ സരസ്വതി ലതയാണെന്ന് വിശ്വസിച്ചു വരുന്നു. വള്ളിപ്പടർപ്പിനകത്തുള്ള മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഒരു തെളിനീരുറവ ഒഴുകി വരുന്നുണ്ട്. ഈ ജലമാണ് തൊട്ടു മുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അങ്ങനെ ദിവ്യ സരസിൽ കുടികൊണ്ടുകൊണ്ട് സരസ്വതി എന്ന പേര് ദേവി അന്വർത്ഥമാക്കുന്നു. ഈ നീരുറവ കുളത്തിൽ നിന്ന് ഒരു അന്തർവാഹിനിയിലൂടെ കൊടുരാറ്റിലെത്തുകയും തുടർന്ന് അത് മീനച്ചിലാറ് വഴി വേമ്പനാട്ട് കായലിലും അറബിക്കടലിലും പതിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് തന്നെയാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉപദേവനായി അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു. ശബരിമലയിലേതുപോലെയാണ് ഇവിടുത്തെ വിഗ്രഹം. കിഴക്കോട്ട് ദർശനമായ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ ഒരു മണ്ഡപമുണ്ട്. വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായി അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകന്യകയും മറ്റ് സർപ്പങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ഇതിന്റെയും ദർശനം. വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവന്റെ ശ്രീകോവിലാണ്. അത്യുഗ്രമൂർത്തിയാണ് ഇവിടുത്തെ ശിവൻ. 1.5 അടി വലുപ്പം വരുന്ന ശിവലിംഗമാണ് പ്രതിഷ്ഠ. പടിഞ്ഞാറ് ദർശനം. ത്രിമൂർത്തികളിൽ ഒരാളായ ശിവൻ ഉപദേവനായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പനച്ചിക്കാട് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള സരസ്വതി പൂജയാണ്. മലയാള മാസം കന്നിമാസത്തിലാണ് സരസ്വതി പൂജ നടക്കുന്നത്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തർ ദേവിയെ തൊഴാൻ എത്തുന്നു. നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം ചടങ്ങ് നടക്കുന്നു. ഉത്സവത്തിന്റെ 9 ദിവസവും സംഗീത നൃത്തങ്ങളുടെ ഒരു സാംസ്കാരിക മേള തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ താരതമ്യേന വളരെ ചെറിയൊരു ശ്രീകോവിലാണുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഒറ്റനില ചതുര ശ്രീകോവിലാണിത്. ഇതിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ്ണ താഴികക്കുടം കൊണ്ട് അലങ്കൃതമാക്കിയിട്ടുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചുള്ള ഗർഭഗൃഹം. 3 അടി ഉയരം വരുന്ന ശിലാനിർമ്മിതമായ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചതുർബാഹുവായ ഭഗവാൻ പിറകിലെ ഇടതു കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും മുന്നിലെ ഇടതുകൈയിൽ ഗദയും മുന്നിലെ വലതുകൈയിൽ താമരയും ധരിച്ചിട്ടുണ്ട്. നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണിത്. അത്യന്തകോടി സൂര്യന്മാരുടെ തേജസ്സോടെ വിശ്വപ്രകൃതിയുടെ മുഴുവൻ ഭാവവും ആവാഹിച്ച് വൈകുണ്ഠനാഥൻ പനച്ചിക്കാട്ടപ്പനായി കുടികൊള്ളുന്നു.
ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തിനിരുത്താവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് മുൻവശത്തായിട്ടാണ് ഊട്ടുപുര ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.